ചിരകാലമായി ഇന്ത്യയുടെ സുഹൃത്ത് രാഷ്ട്രമാണ് ഇസ്രയേൽ. പക്ഷേ ആ ഇസ്രയേൽ ഇപ്പോൾ ഇന്ത്യയോട് ഒരു ഗുരുതരമായ തെറ്റ് ചെയ്തിരിക്കുന്നു. അവർ പുറത്തിറക്കിയ ഒരു മാപ്പിൽ, ഒരു ഭൂപടത്തിൽ ജമ്മു കാശ്മീർ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്താണ് ഇസ്രയേലിന് പിഴവ് പറ്റിയത്? അറിഞ്ഞുകൊണ്ടാണോ അതോ അറിയാതെയാണോ? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നാം ഇത്തരം ചിത്രങ്ങൾ മുൻപ് കണ്ടിട്ടുള്ളത് പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഭാഗത്തു നിന്നാണ്. പാകിസ്ഥാനും ചൈനയും ഇത്തരം ഭൂപടങ്ങൾ വരയ്ക്കുമ്പോൾ ചൈന എല്ലാ കാലത്തും അരുണാചലിനെ തങ്ങളുടെ ഭാഗമായി ഉൾപ്പെടുത്തി വരയ്ക്കുന്നത് പതിവാണ്. അതിന് സമാനമായി തന്നെയാണ് പാകിസ്ഥാനും ജമ്മു കാശ്മീറും ചില ഗുജറാത്തിലെല്ലാം ചില പ്രദേശങ്ങളിൽ, രാജസ്ഥാനിൻ്റെ ചില പ്രദേശങ്ങളിലെല്ലാം തങ്ങളുടെ പ്രദേശമായി ചൂണ്ടിക്കാട്ടി ഇത്തരം മാപ്പുകൾ വരയ്ക്കുന്നത് അവരുടെ പതിവാണ്. പക്ഷെ അത് ഇന്ത്യയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അവർ മാപ്പിൽ മാത്രമേ അത്തരം ഈ ചിത്രങ്ങളെല്ലാം വരയ്ക്കുകയുള്ളൂ. പക്ഷേ ഇങ്ങോട്ട് നോക്കിയാൽ, കാശ്മീരിലേക്ക് നോക്കിയാൽ, അങ്ങോട്ട് തിരിഞ്ഞാൽ എന്താണ് അനുഭവമെന്ന് ഏറ്റവും അവസാനം നമുക്ക് സിന്ദൂറിലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തന്നെ പാകിസ്ഥാനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷേ അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട് ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കുക, അങ്ങോട്ട് കടന്നു കയറാൻ ശ്രമിക്കുന്നതെല്ലാം പല ഘട്ടങ്ങളിൽ ചൈന ചെയ്തു വരുന്നു. പക്ഷെ അത് രണ്ടും നമ്മുടെ ശത്രു രാജ്യങ്ങളാണ്. അവർക്കെതിരെ ഇത്തരം സംഭവങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അതിനെതിരെ കൃത്യമായി പ്രതിഷേധം അറിയിക്കുകയും ആ രീതിയിലുള്ള ഇന്ത്യ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ മറുപടി കൊടുക്കാൻ ഇന്ത്യക്ക് അറിയാം. പക്ഷേ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി സൂചിപ്പിക്കുമ്പോൾ തന്നെ ഇന്ത്യക്ക് ഏറ്റവും അധികം പല സഹായങ്ങളും ചെയ്യുന്ന ഒരു രാജ്യമാണല്ലോ. ഇന്ത്യക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആദ്യം ഓടിയെത്തുന്ന രാജ്യമാണ് ഇസ്രായേൽ. അത് നാം മുംബൈ അറ്റാക്കിൽ കണ്ടിട്ടുണ്ട്. ഉറി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് പല പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട കാർഗിൽ യുദ്ധത്തിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇസ്രായേൽ വലിയ സഹായം നമുക്ക് ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടെല്ലാം പല നിർണായക രേഖകളും ഇന്ത്യക്ക് ചോർത്തി നൽകുന്ന മൊസാദ് അടക്കമുള്ള സംഘടനകൾ ഇസ്രായേലിൻ്റേതാണല്ലോ. ആ രീതിയിലേക്കെല്ലാം ഇന്ത്യ വലിയ സഹായിക്കുന്ന രാജ്യമാണ്. ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷ സമയത്താണല്ലോ. അവർ രണ്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് അവർ എക്സിൽ പങ്കുവച്ച ഒരു ചിത്രം, സൈനികർ പങ്കുവച്ച സേനാ വിഭാഗം പങ്കുവച്ച ചിത്രത്തിലാണ് ഇത്തരം ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകൾ പാകിസ്ഥാനുമായി കൂട്ടിച്ചേർത്ത ചിത്രങ്ങൾ വലിയ രീതിയിൽ അവർ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെതിരെ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഉണ്ടാവുകയും അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിന് താഴെ ഇത്തരം തെറ്റ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തതോടുകൂടി തന്നെയാണ് ഇതിനെക്കുറിച്ച് അവർ ആശങ്ക പങ്കുവയ്ക്കുകയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഇന്ത്യയോട് മാപ്പ് പറയുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ മാപ്പിൽ ഒതുങ്ങുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ഒരു ചെറിയ തെറ്റല്ല. കാരണം ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വർഷങ്ങളായി തന്നെ സംഘർഷത്തിൽ നിൽക്കുകയാണ്. ഇന്ത്യയുടെ കോടിക്കണക്കിന് രൂപ നൽകുന്നു. ഇന്ത്യയുടെ സൈനികർ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ആ രാജ്യത്തിനു, ആ പ്രദേശത്തിനു വേണ്ടി, ജമ്മു കാശ്മീർ എന്ന നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയിരക്കണക്കിന് സൈനികരുടെ ജീവൻ, കോടിക്കണക്കിന് രൂപ ഒക്കെ നമ്മൾ ഈ ജമ്മു കാശ്മീർ നിലനിർത്താൻ വേണ്ടി നമ്മൾ ബലി കൊടുത്ത് കഴിഞ്ഞു. ആ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം. അപ്പോൾ ആ പ്രദേശം തെറ്റായി വരയ്ക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അല്ലേ, ഇന്ത്യയുമായി സൗഹൃദം സ്ഥാപിച്ചിട്ടുള്ള ഒരു രാജ്യത്തെ, ഇസ്രായേലിന് തന്നെ നാം ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം. അവിടുത്തെ ജൂതരെ വലിയ രീതിയിൽ ലോകം മുഴുവൻ വേട്ടയാടുകയും ഹിറ്റ്ലർ അടക്കമുള്ളവർ വേട്ടയാടുകയും ചെയ്യുമ്പോൾ അവർക്ക് അഭയം നൽകിയ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. അല്ലാതെ നാം മറ്റു രാജ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ അല്ലെ, ഇപ്പോൾ റോഹിംഗ്യ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് നാം പരിശോധിക്കുമ്പോൾ റോഹിംഗ്യ മുസ്ലിങ്ങളുമായി താരതമ്യം ചെയ്യുന്നില്ല. അവർ ഏത് രാജ്യത്ത് പോവുകയാണെങ്കിൽ അവിടെ പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ടാണ് അവരെ അവിടെ നിന്ന് ഒഴിവാക്കി വിടുന്നത്. പക്ഷെ ജൂതന്മാർ ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ ജനങ്ങൾക്ക് വളരെയധികം ഗുണം മാത്രമാണ് ചെയ്യുന്നത്. അത് നാം അമേരിക്കയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അറിയാം, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അറിയാം, ഇവരുടെ പ്രത്യേക കഴിവ് തന്നെ ഉണ്ടല്ലോ. പല കണ്ടുപിടുത്തങ്ങളും ആ രാജ്യത്തിന് അനുകൂലമായ, അവരുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സഹായങ്ങൾ ചെയ്യുന്ന ഒരു ജനതയായിരുന്നു. അവരെല്ലാം വലിയ രീതിയിൽ വേട്ടയാടിയ യൂറോപ്യൻ രാജ്യങ്ങൾ വേട്ടയാടുമ്പോഴും അമേരിക്കയിൽ പോലും വലിയ രീതിയിൽ അക്രമത്തിന് ഇരയാകുമ്പോഴും ഇന്ത്യ അവർക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത നൽകിയിട്ടുണ്ട്. അവരെ ക്ഷണിച്ച് ഇന്ത്യയിൽ സുഖമായി ജീവിക്കാൻ, അവർക്ക് കൃത്യമായ സുരക്ഷ ഒരുക്കാൻ ഇന്ത്യയിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സൈനിക നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ ഭരണ നേതൃത്വത്തിനെല്ലാം വലിയ രീതിയിൽ ഇന്ത്യയിൽ കൂടുതൽ ഇന്ത്യയുമായി സൗഹൃദം പങ്കിടാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ സൗഹൃദം പങ്കിടുന്നതിനിടയിലാണ് ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ സൈനികരുടെ ഭാഗത്ത് നിന്നും തെറ്റു പറ്റിയിരിക്കുന്നത്. അവർ ഇങ്ങനെയാണ്, ഇറാൻ അവരുടെ പോസ്റ്റ് ഇങ്ങനെയാണ് പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഭൂപടം തെറ്റായി ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ട് ആ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഇറാൻ
ഇറാൻ ആഗോള ഭീഷണിയാണെന്നും തിരിച്ചടിയില്ലാതെ ഇസ്രയേലിന് മറ്റു വഴികളില്ലെന്നും കുറച്ച് വഴികളും ഇല്ലെന്നാണ് അവർ പറയുന്നത്. ആ കുറിച്ച പോസ്റ്റിലാണ് ഇത്തരം പിശകുണ്ടായിരിക്കുന്നത്. ജമ്മു കാശ്മീരിനെ പാകിസ്ഥാന്റെ മാപ്പിൽ ഉൾപ്പെടുത്തിയായിരുന്നു ഇസ്രയേൽ ചിത്രം പങ്കുവച്ചത്. ഇതിനെതിരെയാണ് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായത്. ഇപ്പോൾ അവർ തുറന്നു തന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ഇന്ത്യയുടെ ഗവൺമെൻറ്, ഇന്ത്യ ജനങ്ങളും അംഗീകരിക്കുമോ എന്നുള്ളത് സംശയമാണ്. അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അവർ ഇറാനും അതോടൊപ്പം തന്നെ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷത്തിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു സമയം കൂടി ആയതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. അതിനുള്ള കാരണം പരിശോധിക്കുമ്പോൾ അറിയാം, എല്ലാ കാലത്തും ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി തന്നെ ഇന്ത്യക്ക് പരസ്യമായ പിന്തുണ ഇസ്രയേൽ നൽകിയിരുന്നു. പക്ഷേ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിൽ ഇന്ത്യ ഒരു പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം രണ്ട് രാജ്യങ്ങളും ഇന്ത്യക്ക് സുഹൃത്തുക്കളാണ്. ഇറാനായാലും ഇസ്രയേലായാലും സുഹൃത്തുക്കളാണ്. ഇസ്രയേലിൽ നിന്നും ഇന്ത്യക്ക് വലിയ രീതിയിൽ സൈനിക സഹായവും ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങളെല്ലാം ചോർത്തി നൽകാൻ ഇസ്രയേൽ നമുക്ക് വലിയ രീതിയിൽ സഹായം നൽകുമ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട് അവർ നമുക്ക് വ്യാപാരമാണ്, പ്രത്യേകിച്ച് ഇന്ധനം എണ്ണ നൽകുന്ന ഒരു രാജ്യമാണ്. പ്രകൃതിവാതകങ്ങൾ. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് അതാണല്ലോ ഏറ്റവും നിർണായകം. ഇന്ധനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ ആരെല്ലാം എതിർത്താലും, ഇന്ത്യക്ക് ആരെല്ലാം എണ്ണ തരാനുണ്ടോ, ഇനി അമേരിക്ക എതിർത്താൽ പോലും ഇന്ത്യ അവിടെ നിന്ന് എണ്ണ വാങ്ങുമെന്ന് ഈ റഷ്യയുമായുള്ള സംഭവം അറിയാം. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്ക അടക്കം ഉള്ളവർ റഷ്യയുമായി ബന്ധപ്പെട്ട് എണ്ണ വാങ്ങരുത് എന്ന് പറയുമ്പോൾ ഇന്ത്യ അത് ഉപരോധം പ്രഖ്യാപിച്ചു. എന്നിട്ടും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യ അവരിൽ നിന്ന് ഈ ക്രൂഡ് ഓയിൽ വാങ്ങുകയായിരുന്നു റഷ്യയിൽ നിന്ന്. അപ്പോൾ റഷ്യക്ക് അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ ഇറാനിലും ഉണ്ടായിരിക്കുന്നത്. ഇറാനിലും ഇന്ത്യക്കെതിരെ വലിയ ഭീഷണികളെല്ലാം ഉണ്ടാകും. ഇറാന്റെ എണ്ണ വാങ്ങുന്നതിനെതിരെ യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങൾ ഭീഷണിയെല്ലാം മുഴക്കുമ്പോൾ ഇന്ത്യ അത് കാര്യമാക്കാറില്ല. ഇന്ത്യ അത്രയ്ക്ക് സൗഹൃദമുള്ള ഒരു രാജ്യമാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു തുറമുഖത്തിന്റെ ഒരു പണി തന്നെ, നിർമ്മാണം തന്നെ നടത്തി വരുന്നത് ഇന്ത്യയാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇന്ത്യക്ക് വലിയ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ പ്രധാനപ്പെട്ട നിൽക്കുമ്പോഴാണ് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും സംശയ ദൃഷ്ടിയോട് കൂടിയാണ് നോക്കിയത്. കാരണം ഇസ്രയേൽ ഇന്ത്യയെ തീർച്ചയായിട്ടും ചൊടിപ്പിക്കും. കാരണം നമ്മൾ കാശ്മീരിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ആ കാശ്മീരിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുമാത്രം ചോര ഒഴുക്കിയത്, എന്തുമാത്രം നമ്മുടെ പണം ചെലവിട്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഇതിപ്പോൾ ഇസ്രയേൽ ആയതുകൊണ്ടാണ് ഒരു മൃദുവായ ഭാഷയിൽ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ വളരെ കടുപ്പിച്ച് ചൈനയോ അതുപോലെയുള്ള ഏതെങ്കിലും രാഷ്ട്രമാണെങ്കിൽ ഇന്ത്യ തീർച്ചയായിട്ടും അവരുടെ നയതന്ത്ര വിദഗ്ധനെ വിളിച്ചു വരുത്തുകയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രതിഷേധം അറിയിക്കുകയും വളരെ കർശനവും കർക്കശവുമായ നടപടികളിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. അതോ ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇതാണ്. കാരണം ഇങ്ങനത്തെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ് ഇസ്രയേൽ. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷം നടക്കുന്നു, പക്ഷെ ഇന്ത്യ ആർക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണോ ഇത്തരം ഒരു സംഭവമെന്നും ഈ സാധാരണക്കാരായ ജനങ്ങൾ ഇത്തരം സാധാരണക്കാരായ ജനങ്ങൾ സംശയിക്കുക. അതിന്റെ പശ്ചാത്തലത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഇസ്രയേലിനെതിരെ ഒരു വിമർശനങ്ങൾ ഉയർന്നത്. എന്തായാലും ഇസ്രയേൽ ഇതുമായി ബന്ധപ്പെട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും ഇതിന്റെ സംഭവ വികാസങ്ങൾ ഇനി എന്താണ് തുടർച്ചയെന്നത് കണ്ട് തന്നെ അറിയണം. തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.